ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ സിങ് മെഷീനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് വിളിക്കുന്നത്. നമുക്ക് തയ്യൽ മെഷീന് വാങ്ങാൻ ആഗ്രഹമുള്ളവരായിരിക്കും അധികം പേര്. ഇത് ഞാൻ കുറേ കടകളിൽ പോയി അന്വേഷിച്ച് കോട്ടക്കൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഉഷൻ്റെ മെഷീനാണ്. ഇത് വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇതിനന്ന് ഇപ്പോൾ ഒരു 1.5 മാസമായി. അപ്പോൾ ഇതിന് ഫ്രീ ആയിട്ട് ഇതിന് കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കണം. ഇതിലാണ് ഞാൻ വിളിച്ചത്. ചിലർ ഓൺലൈനിലായി കണ്ടാണ് ഇത് വാങ്ങുന്നത്. എനിക്കിത് ഉത്തമമായി തോന്നിയത് കടയിൽ പോയി വാങ്ങുന്നത്. അതിൻ്റെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ എന്നുള്ളതിൽ ആ വകുപ്പിലാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ ഇത് നമുക്ക് നൂല് ഒക്കെ വെക്കാനും റീൽ വെക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ നൂല് ചുറ്റാണെങ്കിൽ നമുക്ക് 2 റീൽ ഇതിമ വെക്കാനും. പിന്നെ നമ്മളിത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ ചെയ്യണം. അപ്പോൾ ഇതിമ ഒരു സ്വിച്ച് ഉണ്ട്. അത് LED ബൾബ്. ഇത് നമുക്ക് ഇത് കറണ്ട് നമുക്ക് വെളിച്ചത്തിന് വരാം. അതേപോലെ ഇതിന് കുറച്ച് ഫ്യൂസുകളുണ്ട്. ഓരോ കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഇത് സ്റ്റിച്ച് മാറ്റാൻ കഴിയുന്നതാണ്. ഈ സ്റ്റിച്ച് നമുക്ക് മാറ്റണമെങ്കിൽ ഈ ബാക്കിലുള്ളത് ഇങ്ങനെ താഴ്ത്തിയാൽ ഇത് എടുക്കുക. അങ്ങനെ നമുക്ക് വേറെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇത് ഓവർലോക്കിൻ്റെ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഫുഡ് മാറ്റാൻ പറ്റും. അതേപോലെ ഈ ABCD ഈ ബട്ടണ് ഇങ്ങനെ മാറ്റുമ്പോൾ എന്ന് വരുമ്പോൾ സാധാ സ്റ്റിച്ചാണ്. അതുപോലെ സിയിലേക്ക് മാറ്റിയാൽ നമുക്ക് അത് ചങ്ങല പോലുള്ള സ്റ്റിച്ച് വരും. ഇത് അതേപോലെ നൂല് നമുക്ക് സൂചി കോർക്കാനുള്ളൊരു സൗകര്യം കൂടെ അതിന് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നൂല് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ സൂചി നമുക്ക് കോർക്കാൻ കഴിയും. ഇത് ബോബിന് ഇടാനുള്ള ബോബിന് അടി സ്റ്റിച്ചിൻ്റെ ഇതാണ്. അത് അടി സ്റ്റിച്ച് നമ്മൾ സാധാ നൂല് ബോബിൻ കിട്ടാണ്ട് വെച്ചാണ്ട് അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള കുട്ടികളാണ്ട് അറിയുന്നത്. നൂല് ഇത് നമുക്ക് ബട്ടൺസ് പിന്നാണ്. പിന്നെ സാധാ സ്റ്റിച്ച് ഓവർലോക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമുക്ക് നൂലൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ടാണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് മെഷീനെ പഠിക്കുന്നത് നമുക്ക് യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് ചിത്രം ചെയ്യുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാം. കാര്യങ്ങൾ ഇത് നമ്മൾ വലിയ സ്റ്റിച്ച് നമുക്ക് സ്റ്റിച്ച് എത്ര വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീക്കാനുണ്ടതും. അതേപോലെ ഇതിൻ്റെ നൂല് ചുറ്റാനുള്ള സൗകര്യമുണ്ട്. ബോബിന് വെച്ചുകൊണ്ട് നൂല് നമുക്ക് നൂല് ചുറ്റുക. അപ്പോൾ ഇത് ചുറ്റുമ്പോൾ ഈ സാധനം ഇങ്ങോട്ട് പിടിക്കണം. ശേഷം ഇങ്ങോട്ട് നീക്കി കൊടുക്കുന്നത് സ്വയം ദിമ കൊണ്ടങ്ങാണ്ട് ബോബിന് ദിമ വെച്ചാൽ ഇത് താനെ ഫുള്ളായിട്ടുണ്ടെങ്കിൽ നൂല് ഫുള്ളായാൽ താനെ നിൽക്കും. ഇത് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഓവർലോക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളാണ്. ഇത്രയും സ്റ്റിച്ച് ഉണ്ടെങ്കിലുള്ള നമുക്ക് ഓവർലോക്ക് ഉണ്ടാകും. ഇങ്ങനത്തെ പലവിധ മെഷീനുകളുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചോദിച്ചു വേണം. അല്ലെങ്കിൽ സാധാ സ്റ്റിച്ച് മാത്രമേ അതിന് പോകുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ കരുതുന്നത്.